അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇസ്തഈനു അല സയ്യിആത്തിൽ ഖദീമാത്ത് ബിൽ ഹസനാത്തിൽ ഹദീസാത്ത്. നിങ്ങൾ നിങ്ങളുടെ പഴയ കഴിഞ്ഞുപോയ പാപങ്ങളെ കഴുകിക്കളയാൻ പുതിയ നന്മകൾ കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. സഹോദരങ്ങളെ, ഇത് നിസ്സാരമായി കാണരുത്. നമ്മൾ ഈ വാക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നമ്മൾ ചെയ്ത എല്ലാ ചെറുതും വലുതും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഒരു അണുമണി തൂക്കമാണ് എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മളത് കാണുകയും അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത പല പാപങ്ങളും ഉണ്ടാകും. പലതിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടാകില്ല. അതിനുള്ള പരിഹാരം എന്താണ് നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുക? അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞുപോയ പാപങ്ങൾ കഴുകിക്കളയാൻ ഞാൻ കാണുന്ന ഏറ്റവും നല്ല മാർഗം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് പുതിയ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാനത് ഖുർആനിൽ കണ്ടതാണ്. അദ്ദേഹം പറയാണ്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ അത് തിന്മകളെ ഇല്ലാതെയാക്കി കളയും, മായ്ച്ചു കളയുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സദാസമയവും അറിയാതെ ഒരുപാട് തെറ്റുകൾ ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നന്മ ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും റമളാൻ കഴിഞ്ഞാൽ പിന്നീട് സുന്നത്ത് നോമ്പുകളും ഒക്കെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫർളുകളും ഒക്കെ അതിനുള്ള മാർഗമാണ് നമ്മൾക്ക്. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്താപം തേടുക. അള്ളാഹുവെ, അറിയാതെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഓർമ്മയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പടച്ചവനെ, ഈ നന്മകൾ കൊണ്ട് എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെ നീ പുറത്തു തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.